ജയിച്ചു കഴിഞ്ഞ പരീക്ഷയാണ്. അത് പിന്നെ ജയിക്കണം നടന്നു തോന്നില്ല. അടുത്തതാണ് അതെ. ശിവനെ വളം പോയാലും ഗംഗയെ കൊണ്ടേ പോകും. ഒരിക്കൽ കൊണ്ടുപോകാൻ പോയിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞു. ഗംഗ എവിടെ പോകണം? ഞാൻ പറഞ്ഞതല്ലേ അവിടെ ആഭരണം എടുക്കാൻ പോകണ്ട. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോകണ്ടേ? വേണ്ട. അതല്ല പോകണ്ട. അന്ന് ഒരു ശിവൻ എവിടെ പോയാലും ഗംഗയെ കൊണ്ടേ പോകും. അപ്പൊ അതുകൊണ്ട് ഗംഗാകാമുകൻ. അടുത്ത വരി കോണച്ചേട്ടാവിധാനസ്യ. കോണച്ചേട്ടൻ ആരാ? ശിവൻ. ഞാൻ നാളെ പോലെ അമ്പലത്തിൽ ചെന്നാൽ ഓം ചേട്ടായ ശിവൻ അങ്ങനെ ഒരു പേരില്ല. ഉണ്ട്. എങ്ങനെയുണ്ടായ കോണം? കോണം എന്ന് വെച്ചാൽ മുക്ക്. ത്രികോണം 3 മുക്ക്. തിരിക്കാണ്ടിരിക്കൂ. മന്ത്രം കേൾക്കാൻ പറ്റില്ല. ചിരിച്ചിട്ട് അപകട കോണം. എനിക്ക് തിരിയൊന്നുമില്ല. കോണം എന്ന് വെച്ചാൽ തിരി പറഞ്ഞു കഴിഞ്ഞോ? കോണം വെച്ചാൽ മുക്ക്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ. കോണം മുക്ക് ചേട്ടൻ അണ്ണൻ. കോണച്ചേട്ടൻ മുക്കണ്ണൻ. അയാളുടെ പകുതിയുടെ പേര് നോക്കിയിരിക്കുക. പകുതിയുടെ പകുതി കാല്. ആനത്തോടുത്തവനും ഗംഗാകാമുകനും മുക്കണ്ണൻ എന്ന പ്രസിദ്ധനുമായ ശിവന്റെ പാദത്തിൽ നമസ്കാരം. അതിശയ് ഞാൻ തന്നെ മന്ത്രം ഉണ്ടാക്കുക. ജരാസന്ധന്റെ വല്ലുകളഞ്ഞ വിലായനമാൻ. അതിശയ് മന്ത്രം. അതിശയ് കേൾക്കോട്ടെ. ജരാസന്ധന്റെ വല്ലുകളഞ്ഞ വിലായനമാ. നമസ്കാരം. അർജുനൻ വില്ലയിലെടുത്തു 5-6 പ്രാവശ്യം വിളിച്ചു. ഉദം ജയൽ പഞ്ചഷർവാരാമേണം. എന്താ അതെങ്ങനെയാ എടുത്തത്? ശരീരം. കളിയോടുകൂടി മഹാശക്തനായ അർജുനൻ വില്ലെറിഞ്ഞ് പിടിച്ചത് അതാ വളച്ച് ഞാനും കുട്ടി കിട്ടും. 5 ശരം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 1 2 3 4 5. വില്ലും 5 ശരം. ഒരേ പോയിട്ടുണ്ട് ശരങ്ങൾക്ക്. ഇതിൻ്റെ തല നല്ല തലയാണ്. 5 ശരം എടുത്താൽ ചെവി മറിയെ വലിച്ചു പിടിച്ചോണ്ട് നിന്നു. അതെല്ലാവരും കണ്ടു. അടുത്ത നിമിഷം പക്ഷിരൂപം നിനക്ക്. എടോ സുന്ദരവിഗ്രഹമുണ്ടാക്കി എണിച്ചു. 6 പേർ വരവേ മേളം വേദം ചൊല്ലുക. എല്ലാവരും എണീറ്റ് നാരായണ 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 സ്തുതിക്കുമ്പോ പാഞ്ചാലി തൊഴിമാരിങ്ങനെ എഴുന്നള്ളിച്ച് ആ രംഗമണ്ഡപത്തിൽ തന്നെ കൊണ്ടിരുത്തി അതിസുന്ദരമായിട്ടുള്ള വർണ്ണമാല. ആരാവിടെ? മേളം തുടങ്ങാം. അറിയില്ല. കൊണ്ട് ഞങ്ങളുടെ പഠിക്കുന്നഭവം പ്രഹര 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 കടിപിടിക്കോടും ബക്കരം പെടുക്കി വേണം. വേദ പഠിക്കുക. അദ്ദേഹം ദ്രൗപദി എഴുന്നള്ളിച്ചവിടെ കൊണ്ടുവന്നത് അതിസുന്ദരമായ വർണ്ണമാല. ആ മാലകൾ എഴുതിയപ്പോൾ പൂക്കളിലെ മധു നുകരാൻ വന്ന വണ്ടികൾ ഇങ്ങനെ പറഞ്ഞു. വണ്ട് കൊണ്ടുള്ളൊരു മാലയാണ്. പുതിയ മാലയ്ക്ക് അറിയുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? വണ്ടിമാല വേണം. ഈ ഉള്ളതൊക്കെ തന്നെ ധാരാളമല്ല. നിനക്ക് ഇപ്പം അവനൊന്നും ആള് പോലുമില്ല. എണീക്കോ ഞാൻ മേടിച്ചു തരാം വണ്ടിമാല. എണീക്കോ വണ്ടിമാല മേടിച്ചു തരാം. വണ്ടിയിൽ പുറത്ത് കഴിച്ചില്ല. അതല്ല, പൂക്കളിലെ മധു നുകരാൻ വന്ന വണ്ടികൾ മധു നുകർന്ന് ഉറങ്ങിപ്പോയി. മാലയിൽ പൊട്ടിയപ്പോൾ പറക്കാൻ പോയി. അത് കണ്ടാൽ വണ്ട് കൊണ്ടുള്ളൊരു മാലയാണ് തോന്നാം. തോഴിമാര് പരിഭ്രാന്തകളായിത്തീർന്നു. അവർ ഉത്താരങ്ങളിൽ നിന്നുകൊണ്ട് അവർ ഒരു മാലയാണ് തോന്നാം. പരിഭ്രാന്താളിമാലയാ. സഖിമാരുടെ മാല. ഇങ്ങനെ അനവധി മാലകൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രമണീയാംഗനായ രമണീയാംഗം അതിസുന്ദരനായ അർജുനനെ വരനായി സ്വീകരിച്ച് ആ മാല കഴുത്തിലേക്ക് അണിയിച്ചു. അവിടെ കൂടിയ സകല ആളുകളും സുന്ദര ബ്രാഹ്മണനെ അർജുനനെ അനുഗ്രഹിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമഭക്തയായ പാഞ്ചാലിയെ പരമഭക്തനായ അർജുനന് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ പാർത്ഥന്മാരുടെ കീർത്തിലക്ഷ്മിയെ വർദ്ധിപ്പിച്ചുകൊണ്ട്
നൃപനൃപതനുജയുടെ ഉത്സവത്തെ മാനിച്ചുകൊണ്ട് ആ സദസ്സിനെ അലങ്കരിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ. നിങ്ങളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അമ്പലക്കുളങ്ങര ഭഗവതിയുടെ തിരുമുറ്റത്ത് കുട്ടിക്കാലത്ത് ഈ അരങ്ങത്ത് ഒരുപാട് കൂട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഈ തിരുവരങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും വിശിഷ്യ ഇന്നത്തെ പരിപാടി വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടൻ ഒരു മിനിറ്റ് പ്ലീസ്. രമേശ് ചേട്ടനാണ് എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്ന് തന്നെയല്ല ഒരു കുടുംബ ബന്ധുവാണ്. അദ്ദേഹം ഒരുപാട് കാലം മുമ്പ് ഈ ഡേറ്റ് ബുക്ക് ചെയ്ത്